അടിമാലി മൂന്നാർ മേഖലകളിലെ വിവിധ വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം നടന്നു. മച്ചിപ്ലാവ് സർക്കാർ ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവം അഡ്വക്കേറ്റ് എ രാജ MLA ഉദ്ഘാടനം ചെയ്തു. ഓരോ വർഷം കഴിയുന്തോറും പൊതുവിദ്യാലയങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എ രാജ MLA പറഞ്ഞു. അടിമാലി സർക്കാർ ഹൈസ്കൂൾ അടക്കം കുരുന്നുകൾക്കായി പ്രവേശനോത്സവം ഒരുക്കി. മധ്യവേനൽ അവധിക്ക് ശേഷം വിദ്യാലയങ്ങൾ തുറന്നതോടെ നവാഗതരെ സ്വീകരിക്കാൻ അടിമാലി മൂന്നാർ മേഖലകളിലും വിദ്യാലയങ്ങളിൽ വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. മച്ചിപ്ലാവ് സർക്കാർ ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ MLA നിർവഹിച്ചു. ഓരോ വർഷം കഴിയുന്തോറും പൊതുവിദ്യാലയങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എ രാജ MLA പറഞ്ഞു. 10 ലക്ഷത്തിൽ വരുന്ന കുട്ടികൾ, അതിനേക്കാൾ കൂടുതൽ കുട്ടികൾ ഞാൻ പറയുന്നത് 7 മാസത്തിന് മുമ്പുള്ള കണക്കാണ്. പുതിയതായ സർക്കാർ മേഖലയിൽ അഡ്മിഷൻ ലഭിച്ചു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അപ്പൊ ഓരോ വർഷവും പൊതുവിദ്യാലയങ്ങളിൽ പല മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ കുട്ടികളുടെ അക്കാഡമിക് ലെവലിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും അധ്യാപകരും PTA ഭാരവാഹികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. അടിമാലി സർക്കാർ ഹൈസ്കൂളിലടക്കം കുരുന്നുകൾക്കായി പ്രവേശനോത്സവം ഒരുക്കി. 50ലധികം കുട്ടികൾ ഇത്തവണ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ മാത്രം നവാഗതരായി എത്തിയിട്ടുണ്ട്. അക്ഷര വെളിച്ചത്തിലേക്ക് നടന്നു കയറാൻ എത്തിയ കുരുന്നുകൾക്ക് പ്രവേശനോത്സവവും വിദ്യാലയ പരിസരവുമെല്ലാം കൗതുകം സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.